ആധുനിക കാലത്ത് GPS-ന്റെ സഹായത്തോടെ രാത്രിയുടെ കൂരിരുട്ടിൽ എത്ര ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടെത്താൻ ശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ ബ്ലാക്ക് ഔട്ട് നടത്തിയിട്ട് ജനജീവിതത്തെ സ്തംഭിപ്പിച്ചത്? ഇനി എങ്ങനെയാണ് ബ്ലാക്ക് ഔട്ട് ഒരു സുരക്ഷാ കവചമായിട്ട് മാറുന്നത്? ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളോ ബോംബർ വിമാനങ്ങളോ ഡ്രോണുകളോ ആക്രമണത്തിനെത്താനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം നടപ്പിലാക്കുന്ന ഒരു പ്രതിരോധ നടപടിയാണ് ബ്ലാക്ക് ഔട്ട് അല്ലെങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഇത് നടപ്പിലാക്കുക. എത്ര ടോപ്പ് മിസൈൽസ് ആണെങ്കിലും GPS വഴി അവർക്ക് ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിയുമെങ്കിലും മിസൈലുകൾക്ക് തങ്ങളുടെ ഫൈനൽ ആയിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാനും അവിടെ ആക്രമിക്കാനും പലപ്പോഴും വിഷ്വൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ആവശ്യമാണ്. പൂർണ്ണമായിട്ടും ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തന്ത്രം നടപ്പിലാക്കാൻ പറ്റാതെ വരുന്നു. ഇനി അവർ എത്ര നല്ല സാറ്റലൈറ്റ് ഉപയോഗിച്ചാലും ഇൻഫ്രാറെഡുകൾ വഴി അവർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാലും രാത്രിയിൽ എപ്പോഴും ആ ഒരു സിഗ്നലുകൾ വീക്ക് ആയിരിക്കും. ഇതിന്റെ കൂടെ ആ ഒരു പ്രദേശത്ത് ബ്ലാക്ക് ഔട്ട് കൂടിയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ നഗരങ്ങളെ ഇരുട്ടിലാക്കി പാകിസ്ഥാനെ സമൃദ്ധമായിട്ട് കബളിപ്പിക്കാൻ ബ്ലാക്ക് ഔട്ട് നമ്മളെ സഹായിച്ചു.